ഒരു വാക്കിൻ്റെ കരുത്ത് ഞാൻ പറഞ്ഞുതരാം. വിഷുപക്ഷിയുടെ പാട്ടുണ്ട്. ആ വിഷുപക്ഷിയുടെ പാട്ടിൻ്റെ അർത്ഥം കൃത്യമായിട്ട് അതിൻ്റെ ആത്മാവ് നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചിരുന്നുവെങ്കിൽ മലയാളക്കര എന്നെല്ലാ കാലത്തേക്കും മറക്കാവാത്ത ഒരു വ്രണമുണ്ട്. ഭക്ഷണം മോഷ്ടിച്ചതിൻ്റെ പേരിൽ ഒരു മധു എന്ന ചെറുപ്പക്കാരനെ അടിച്ചു കൊന്നില്ലേ? ഒരിക്കലും പൊറുക്കാൻ പറ്റാത്തൊരു തെറ്റാണത്, ഭക്ഷണം മോഷ്ടിച്ചതിൻ്റെ പേരിൽ. ആ അടിച്ചു കൊന്ന കൂട്ടത്തിൽ ഒരുത്തനെങ്കിലും വിഷുപക്ഷിയുടെ പാട്ടിൻ്റെ അർത്ഥം അറിഞ്ഞിരുന്നുവെങ്കിൽ കൊല്ലരുതെന്ന് പറയുമായിരുന്നു. എന്താ വിഷുപക്ഷിയുടെ പാട്ട്? അച്ഛൻ കൊമ്പത്ത് അമ്മ വരമ്പത്ത് പാടി ചെമ്പോത്ത്. കൃഷി വിഷുക്കാലം എന്ന് പറഞ്ഞാൽ പുതുവർഷം തുടങ്ങുമ്പോൾ വയലിൽ വളവിടാൻ വേണ്ടിയിട്ടന്ന് യൂറിയും പൊട്ടാഷൊന്നും ഇല്ല. മരത്തിൻ്റെ തോല് അയച്ചിട്ട് കൊണ്ടിടാൻ അച്ഛൻ കൊമ്പത്ത്, വയൽ വൃത്തിയാക്കാൻ അമ്മ വരമ്പത്ത്, വീട്ടിലാടില്ല കള്ളം മുറ്റത്ത്. കള്ളം വന്ന് എന്തിനാ? സ്വർണവും വെള്ളിയും മോഷ്ടിക്കാനല്ല. കള്ളൻ ചക്കയിട്ടു കണ്ട മിണ്ടണ്ട കൊണ്ട തിന്നോട്ടെ. സിമ്പിളാ. കള്ളൻ ചക്ക പറിക്കുന്നത് ബിസിനസ് നടത്താനോ പണയം വെക്കാനോ അല്ലല്ലോ, വിശന്നിട്ട് തിന്നാനല്ലേ. അതിൻ്റെ പേരിൽ മിണ്ടണ്ട, പറയണ്ട, പരാതി കൊടുക്കണ്ട, കൊണ്ട തിന്നോട്ടെ. വിശന്നിട്ട് മോഷ്ടിക്കാം. മനസ്സിലായോ? വിശന്നാൽ മോഷ്ടിക്കാം, അത് ധാർമ്മികതയാണെന്ന് ഒരു വിഷുപക്ഷിയുടെ പാട്ട് ഒരു കവിയും എഴുതാത്ത ഒരു ജനതയുടെ വാക്ക് ഒരു തത്വശാസ്ത്രമായി ഉയർന്നു വന്ന് അതിൻ്റെ അർത്ഥം അറിഞ്ഞ ഒരുത്തനുണ്ടായിരുന്നുവെങ്കിൽ, വിക്ടർ ഹ്യൂഗോവിൻ്റെ പാവങ്ങൾ വായിച്ച ഒരുത്തനുണ്ടായിരുന്നുവെങ്കിൽ മധുവിനെ കൊല്ലുമായിരുന്നില്ല, കൊല്ലരുതെന്ന് പറയുമായിരുന്നു. എന്നാൽ ആൾക്കൂട്ടത്തിൻ്റെ മനഃശാസ്ത്രത്തിൽ അവനെ അടിച്ചു കൊന്നില്ലേ? അതാണ് വാക്കിൻ്റെ ആത്മാവതാണ്. അതുകൊണ്ട് വാക്കിൻ്റെ ആത്മാവ്, അച്ഛനും അമ്മയും മക്കളും വട്ടത്തിലിരുന്ന് നമ്മുടെ വീടുകൾ ഡെമോക്രാറ്റിക്കായിട്ട് തിരിച്ചു പിടിക്കണം. യശസ് ദാനം ചെയ്തൊരമ്മയോട് അറിയാമോ? യശസ് ദാനം ചെയ്തൊരമ്മ. ആ അമ്മ ആണ് മറ്റു ദൈവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ശ്രീകൃഷ്ണൻ എന്ന ദൈവത്തെ സൗന്ദര്യാത്മകമായി സൃഷ്ടിച്ചത്. യാഗങ്ങളോരോന്നേ ഗോകുല നായകൻ മേളം കലർന്നു പാടുന്നേരം. ഇപ്പം പാട്ടങ്ങ് നിർത്തിയപ്പോൾ അമ്മ ചോദിച്ചു, എന്താ കണ്ണാ നിർത്തിയേ? അപ്പോൾ കണ്ണനൊരു ചോദ്യം, യമുനയുടെ ഓളങ്ങൾ കരയിലേക്ക് വരുന്നുണ്ട്, ഒന്നും തിരിച്ചു പോകുന്നില്ല. എന്താ അമ്മേ? നിങ്ങളാണെന്ന് എന്താ മറുപടി പറയാ? തിരിച്ചു പോകുന്നില്ല. ഇവിടെ പഠിക്കാനൊന്നുമില്ലേ? ആ അമ്മ പറഞ്ഞു, അത് നിന്റെ ഓടക്കുഴലിൽ വിളി കേട്ടിട്ട് പിന്നോട്ട് പോകാൻ തോന്നാത്തത് കൊണ്ടാ കണ്ണാ. കണ്ണൻ്റെ വേണുവിൽ നിന്നുയരുന്നു ഈണത്തിൽ പുളകിതയാമൊരു യമുന തന്നോളങ്ങൾ മുന്നോട്ടു പോകാൻ മനസ്സു വരാഞ്ഞ് താളത്തിലങ്ങിനെ തങ്ങി നിൽപ്പൂ, താളത്തിലങ്ങിനെ തങ്ങി നിൽപ്പൂ.